ഹായ് ഓൾ, എനിക്കിന്ന് കുറച്ച് ബോഗൻവില്ലയുടെ കമ്പുകൾ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയത് നെയ്ബർ തന്നതാണ്. നെയ്ബർ ഇത് കട്ട് ചെയ്തിട്ട് അവർ പ്രൂണിങ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഹൈബ്രിഡ് ആയ വെറൈറ്റിയിലെ ഒരു ബോഗൻവില്ലയാണ്, അപ്പം ഇതിന് സ്റ്റെമ്മ് നട്ടാൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ എനിക്ക് അതിൻ്റെ മുറിച്ച് വിട്ട കമ്പെല്ലാം തന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇതുപോലെ പ്രൂൺ ചെയ്ത കമ്പ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തു. കാരണം നല്ല രീതിയിൽ അതിന് ഗ്രോത്ത് ഉണ്ടായി വന്നപ്പം എനിക്കൊരു പോസിറ്റീവ് തോന്നി. എന്തായാലും കമ്പ് നട്ടാലോ ഉറപ്പായിട്ടും ബോഗൻവില്ലയ്ക്ക് അത് പുതിയ പൂക്കളൊക്കെ തരുമെന്നുള്ള. അപ്പോൾ ഞാനങ്ങനെ നട്ടൊരു കമ്പായിരുന്നു ഇത്. നല്ല പിങ്ക് കളറുള്ള ഒരു ഫ്ലവറിൻ്റെ ബോഗൻവില്ലയുടെ കമ്പായിരുന്നു രണ്ടും. അപ്പോൾ അങ്ങനെ നട്ടപ്പോൾ പുതിയ കിളിപ്പെല്ലാം പൊട്ടി വന്നപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും ഇത് സക്സസ് ആകുന്നു. അപ്പം ഞാനെന്ത് ചെയ്തു, ഇതെന്തായാലും എടുത്തു. ഇതൊരു വേറെ രീതിയിൽ നടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനതിൻ്റെ ലീഫെല്ലാം മൊത്തത്തിൽ കളഞ്ഞു, പിന്നെ സ്റ്റെമ്മ് മാത്രമായിട്ട് എടുത്തു. ഈ സ്റ്റെമ്മ് ഞാൻ വെറുതെയാണ് അന്ന് കുഴിച്ച് വെച്ചത്. അപ്പോൾ ഇന്നൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് കറ്റാർ വാഴയുണ്ട്. അപ്പം കറ്റാർ വാഴയ്ക്കകത്ത് ജെല്ല് നിങ്ങൾക്കറിയാം, അത് വെച്ച് ഡിപ്പ് ചെയ്തിട്ട് വെച്ചാൽ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പ് ഞാൻ നല്ല രീതിയിൽ കറ്റാർ വാഴയ്ക്കകത്ത് നല്ല രീതിയിൽ ഡിപ്പ് ചെയ്ത് പരമാവധി കറ്റാർ വാഴയുടെ ജെല്ല് അതിൻ്റെ തണ്ടിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ നല്ലപോലെ ആക്കി. കാരണം ഇതുപോലെ ഞാനൊരു റോസ് നട്ടു, അപ്പോൾ അതിന് നല്ല നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. കാരണം അതിന് പുതിയ ശിഖരങ്ങളും കിളിപ്പെല്ലാം വന്ന് പൂവെല്ലാം ഇട്ടു. അപ്പോൾ ഇതും അതുപോലെ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോട്ടിലേക്ക് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ, പോട്ടിൽ എന്ന് പറയുമ്പം അതിൽ ചകിരിച്ചോറും സാധാ മണ്ണൊക്കെ നിറഞ്ഞ പോട്ടാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ഇതുപോലെ ബോഗൻവില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.